നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തിരൂരിൽ നടന്നുപോകുകയായിരുന്ന വിദ്യാർത്ഥിനിയെ പിന്തുടർന്നെത്തി സ്വർണ്ണാഭരണം കവർന്നു. നടുക്കുന്ന സംഭവമുണ്ടായത് തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വെളിപ്പാടകലെ. കള്ളനും വിദ്യാർത്ഥിനിയും തമ്മിൽ മൽപിടുത്തമുണ്ടായെങ്കിലും കള്ളൻ രക്ഷപ്പെട്ടു. ഓടിച്ചിട്ട് പിടികൂടാനുള്ള വിദ്യാർത്ഥിനിയുടെ ശ്രമവും വിജയിച്ചില്ല. തവനൂർ ഗവൺമെന്റ് കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ തിരൂർ നടുവിലങ്ങാടി പൂക്കയിൽ സ്വദേശിനി നന്ദനയാണ് കവർച്ചയ്ക്ക് ഇരയായത്. വെള്ളിയാഴ്ച വൈകിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിറങ്ങി റെയിൽപാത വഴി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. നന്ദനയെ പിന്തുടർന്നെത്തിയ കള്ളൻ നേരിട്ട് ആഭരണത്തിലാണ് പിടിച്ചത്. നിമിഷനേരം കൊണ്ട് കൈചെയിൻ പൊട്ടിച്ചെടുത്തു. അതോടെ കള്ളന്റെ പുറത്തുണ്ടായിരുന്ന ബാഗിൽ നന്ദന പിടിച്ചു. എന്നാൽ കുതറിമാറി അയാൾ ഓടി. അതോടെ ബഹളം വെച്ച് നന്ദന പിന്തുടർന്നു. ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഒരു 5:30 നേരത്തെ വരുമായിരുന്നു. അപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ പിന്നിൽ പാലത്തിന് ഒരാൾ കയറിയിട്ട് അയാൾ വേഗം വരുന്നുണ്ടാവും. ഞാൻ വിചാരിച്ചു മഴയല്ലേ വിചാരിച്ചിട്ട് വരികയാവും വിചാരിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തി അങ്ങോട്ട് കിടക്കാൻ നേരത്ത് അയാളും അതേപോലെ എൻ്റെ ഒപ്പം കടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നേരെ പോയിരിക്കുന്നു. ഞാൻ ഇറങ്ങി അയാൾ വേഗം വന്നങ്ങാണ്ട് കയ്യിലൊന്നും പിടിച്ചില്ല, ബ്രേസ്ലെറ്റ് പിടിച്ച് അയാൾ ഓടി. ഓടാൻ നേരത്തെ അയാൾ ബാഗുമ്പോൾ ഞാൻ പിടിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പിന്നെ അയാളത് കയറി ഓടിക്ക് ഞാൻ പിന്നാലെ ഓടി. പക്ഷെ എന്നാലും തന്നെ ട്രെയിൻ വരാൻ നേരത്തായതുകൊണ്ട് പിന്നെക്കാണ്ട് അപ്പുറം കിടക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കള്ളൻ പറഞ്ഞ് വിളിച്ചപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പിന്നാലെ ഓടി പിടിച്ചു. നടുവിലങ്ങാടി പൂക്കയിൽ ഭാഗങ്ങളിലേക്കുള്ള ഒട്ടേറെ ആളുകൾ നഗരത്തിൽ നിന്ന് വീടുകളിലെത്താൻ റെയിൽപാത വഴി യാത്ര ചെയ്യാറുണ്ട്. 2 ഭാഗത്തും വീടുകളുണ്ടെങ്കിലും റെയിൽപാതയോരം കാടുമൂടിയ നിലയിലാണ്. നന്ദനയുടെ യാത്രയും ഇതുവഴിയാണ്. റെയിൽപാതയിലൂടെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി കുറ്റിപ്പുറത്തേക്ക് ട്രെയിൻ കയറിയാണ് കോളേജിലേക്ക് പോകുന്നത്. വൈകിട്ട് 5 മണിക്ക് കുറ്റിപ്പുറത്ത് നിന്നുള്ള ട്രെയിനിൽ കയറി തിരൂരിലിറങ്ങി വീട്ടിലേക്കും നടക്കും. പാതയിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഇറങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിത ആക്രമണമുണ്ടായത്. വേഷം ഒരു ഷർട്ടായിരുന്നു, ഡാർക്ക് ബ്ലൂ ഷർട്ടും ഒരു പാൻറ് ഇട്ടിട്ടായിരുന്നു. സ്ഥിരമായിട്ട് വരുന്നു. ഇല്ല ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ പാലത്തുമ്പോൾ കയറി കുറച്ച് എത്തിയപ്പോൾ തന്നെ അയാൾ വേഗം ഓടി വന്ന് പാലത്തുമ്പോൾ കയറുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കൽ തുടങ്ങിയത്. ഇല്ല ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അയാൾ പാലത്തിൻ്റെ ഇപ്പുറത്തൊരു വഴിയുണ്ട്, അതിൽ കൂടെ അങ്ങോട്ട് കയറി ഒരു കുന്നിൻ്റെ ആണ്ട് കയറിയപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി പിന്നാലെ പോയി. അപ്പോൾ ഏതോ ഒരു പറയുന്ന കേട്ടാണ്, എനിക്കറിയില്ല ശരിക്കും, ഒരു പുല്ലിൻ്റെ അവിടെ നിന്ന് ഷർട്ട് മാറ്റിയിട്ട് അയാൾ ഇപ്പുറത്തേക്ക് കടന്നു ഓടിയപ്പോൾ പിന്നാലെ അവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് പിന്നെ ഓടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഒരു വീട്ടിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചെന്ന് പിടിക്കും. പിന്നിൽ നടന്നു വന്നിരുന്നയാൾ അരികിലെത്തിയതും ചാടി വീണ് കയ്യിൽ നിന്ന് ആഭരണം കവർന്നതുമെല്ലാം നൊടിയിടയിലാണ്. സംഭവിക്കുന്നത് എന്തെന്ന് മനസ്സിലാകുമ്പോഴേക്കും ആഭരണം കള്ളന്റെ കയ്യിലകപ്പെട്ടിരുന്നു. വീഴാതിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇല്ല, ഞങ്ങൾ ചെന്നപ്പോൾ ഷർട്ടൊന്നും ഇല്ല. എന്താ ഉണ്ടായെന്ന് അറിയില്ല. അതെ, ഇല്ല ഒന്നും പറ്റില്ല. എന്നാൽ പതറാതെ ബഹളം വെച്ച് കള്ളന് പിന്നാലെ ഓടി. അതോടെ നന്ദനയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാരും കള്ളനെ പിന്തുടർന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ മോഷ്ടാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ.
25 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.